ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വായനാ ദിന ക്വിസ് മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ജൂൺ 19 വായനാ ദിനം ആരുടെ സ്മരണാർത്ഥമാണ് ആചരിക്കുന്നത്? ജൂൺ 19 വായനാ ദിനം ആരുടെ സ്മരണാർത്ഥമാണ് ആചരിക്കുന്നത്? ഓരോ ചോദ്യം വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ വായനാ ദിനം ആരുടെ സ്മരണാർത്ഥമാണ് ആചരിക്കുന്നത്? PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. PN പണിക്കർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? PN പണിക്കർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. PN പണിക്കർ അറിയപ്പെടുന്നത് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ്. അടുത്ത ചോദ്യം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ചോദ്യം നോക്കുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ മുദ്രാവാക്യമാണ്. അദ്ദേഹം നമുക്ക് തന്ന സന്ദേശമാണ് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വായനാ വാരം സാധാരണയായി ആചരിക്കുന്നത് ഏത് കാലയളവിലാണ്? വായനാ വാരം സാധാരണയായി ആചരിക്കുന്നത് ഏത് കാലയളവിലാണ്? ഉത്തരം നോക്കിക്കോളൂ. ജൂൺ 19 മുതൽ 25 വരെ. വായനാ വാരം സാധാരണയായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ എന്തു വിളിക്കുന്നു? പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ എന്തു വിളിക്കുന്നു? ഉത്തരം ഗ്രന്ഥശാല, ലൈബ്രറി. നമുക്കറിയാം അല്ലേ, പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ ഗ്രന്ഥശാല അല്ലെങ്കിൽ ലൈബ്രറി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഒരു പുസ്തകം എഴുതുന്നയാളെ എന്ത് വിളിക്കുന്നു? ഒരു പുസ്തകം എഴുതുന്നയാളെ വിളിക്കുന്നത് രചയിതാവ് എന്നാണ്. എന്താണ് രചയിതാവ്? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം വരുന്നത് ഇതാണ്, കുന്തലത. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? കുന്തലത. കുന്തലതയുടെ രചയിതാവ് ആര്? ചോദ്യം നോക്കുക. കുന്തലതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം അപ്പു നെടുങ്ങാടി. കുന്തലതയുടെ രചയിതാവാണ് അപ്പു നെടുങ്ങാടി. ഓർത്തു വെക്കുക, കുന്തലതയുടെ രചയിതാവ് അപ്പു നെടുങ്ങാടി. കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. അടുത്ത ചോദ്യം ഇതാണ്. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നോവൽ ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. നമ്മൾ പറഞ്ഞു മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നോവലാണ് ഇന്ദുലേഖ. മാറിപ്പോരുത് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ദുലേഖയുടെ രചയിതാവ് ആര്? ഇന്ദുലേഖയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വരുന്നത് O. ചന്തുമേനോൻ. ഇന്ദുലേഖയുടെ രചയിതാവാണ് O. ചന്തുമേനോൻ. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നോവലായ ഇന്ദുലേഖ രചിച്ചിരിക്കുന്നത് O. ചന്തുമേനോൻ. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏത്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? ഉത്തരം ഇതാണ്, എറണാകുളം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയാണ് എറണാകുളം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കൂ. കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല എറണാകുളം. അടുത്ത ചോദ്യം ഇതാണ്. ലോക പുസ്തക ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ലോക പുസ്തക ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ഏപ്രിൽ 23. ലോക പുസ്തക ദിനം ആചരിക്കുന്നത് ഏപ്രിൽ 23-നാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലോക പുസ്തക ദിനം പ്രഖ്യാപിച്ച സംഘടന ഏത്? ലോക പുസ്തക ദിനം പ്രഖ്യാപിച്ച സംഘടന ഏതാണ്?
ഉത്തരം യുനെസ്കോ. നമ്മൾ പറഞ്ഞു ലോക പുസ്തക ദിനം എന്നാണ്, ഏപ്രിൽ 23-നാണ്. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 പ്രഖ്യാപിച്ച സംഘടനയാണ് യുനെസ്കോ. മറന്നുപോകരുത്, യുനെസ്കോ ആണ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 പ്രഖ്യാപിച്ചത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ്? സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അടുത്ത ചോദ്യം, എൻ്റെ കഥ എന്ന കൃതിയുടെ രചയിതാവ് ആര്? എൻ്റെ കഥ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം കമലാദാസ്. എൻ്റെ കഥ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കമലാദാസ്. കമലാദാസിൻ്റെ മറ്റു പേരുകളാണ് കമലാസുരയ്യ, മാധവിക്കുട്ടി എന്നിവയൊക്കെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. മലയാളത്തിലെ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? മലയാളത്തിലെ മഹാകവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ മഹാകവി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. മറന്നുപോകരുത്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഓർത്തു വെച്ചോളുക, കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം ഇതാണ്, മലയാള ഭാഷയുടെ പിതാവ് ആര്? മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മലയാളത്തിലെ ആദ്യ അച്ചടിച്ച പുസ്തകം ഏതാണ്? മലയാളത്തിലെ ആദ്യ അച്ചടിച്ച പുസ്തകം ഏതാണ്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യ അച്ചടിച്ച പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. മറന്നുപോകരുത്, സംക്ഷേപ വേദാർത്ഥം. അടുത്ത ചോദ്യം, വായന മനുഷ്യന് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? വായന മനുഷ്യന് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? ഉത്തരം അറിവ്. വായന മനുഷ്യന് നൽകുന്ന പ്രധാനപ്പെട്ട ഗുണമാണ് അറിവ്. അടുത്ത ചോദ്യം, കുട്ടികളുടെ പ്രിയപ്പെട്ട മാസികയായ ബാലരമ പ്രസിദ്ധീകരിക്കുന്നത് ആര്? കുട്ടികളുടെ പ്രിയപ്പെട്ട മാസികയായ ബാലരമ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഉത്തരം മലയാള മനോരമയാണ്. മലയാള മനോരമ സ്ഥാപിച്ചത് ആര്? മലയാള മനോരമ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാള മനോരമ സ്ഥാപിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗ്രന്ഥശാല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗ്രന്ഥശാല ഏതാണ്? ഉത്തരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗ്രന്ഥശാലയാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. അപ്പോൾ ഫ്രണ്ട്സ്, വായനയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ക്വിസ് മത്സരങ്ങളിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. നമ്മുടെ ഈ ചോദ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? അപ്പോൾ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണെന്നാണ് ചോദ്യം. എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്കിനി ഏത് വീഡിയോ ആണ് ആവശ്യം എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.